ഈ അപകടം എങ്ങനെയുണ്ട്? 2 ഡ്രൈവേഴ്സ് ഉണ്ട്, ഇവരെല്ലാം തന്നെ എക്സ്പേർട്സ് ആണ് എന്ന് പറയുന്നു. ഇത്തരത്തിൽ വർഷങ്ങളായി യാത്ര പോകുന്നവരാണ്, ഒരു അപകടവും സംഭവിക്കാതെ പോയി തിരികെ വന്നവരാണ് ഈ ഡ്രൈവേഴ്സ് എന്ന് പറയുന്നു. പരിചയമുള്ളവരാണ്, എല്ലാം അടുത്തടുത്ത് അറിയുന്ന ആൾക്കാർ തന്നെയാണെന്ന് ഈ സഹപ്രവർത്തകർ പറയുന്നുണ്ട്. എന്തായിരിക്കാം ഈ അപകടത്തിന് കാരണം? അത് സംബന്ധിച്ച വിവരങ്ങൾ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ? അത് പോലീസ് ആ രീതിയിലുള്ള അന്വേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ടോ? എങ്ങനെ സംഭവിച്ചതാകാം ഈ അപകടം? നിയന്ത്രണം വിട്ടു മറിഞ്ഞു, ഇടിച്ചു മറിഞ്ഞു എന്നതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും കാര്യങ്ങളിലേക്കുള്ള അന്വേഷണം പോകുന്നുണ്ടോ? ഷാരിഖ്. പ്രജിൻ, തീർച്ചയായും അത്തരത്തിലുള്ള അന്വേഷണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കാരണം കേരള പോലീസിൽ നിന്ന് ഒരു സംഘം ഈ അപകട സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. ആ അപകടം ഇപ്പോൾ കാരണം അത് ഒരു ചുരമായതിനാൽ അവിടെ ഇരുട്ട് വീണതിനാൽ മറ്റു അന്വേഷണങ്ങൾ നടത്താൻ കഴിയില്ല. അതുകൊണ്ട് അടുത്ത ദിവസങ്ങളിലേക്ക് ആ അന്വേഷണം നടത്തുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും അവർ അപകടം സംഭവിച്ച സ്ഥലം സന്ദർശിച്ചു കഴിഞ്ഞു. കേരള പോലീസ് അവിടെ എത്തിയിരുന്നു, സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അതായത് നമ്മളോട് നേരത്തെ സൂചിപ്പിച്ചിരുന്ന ഈ ബേപ്പൂർ സ്വദേശിയായ ഈ അപകടം നേരിട്ട് കണ്ടിരുന്ന ഹാരിസ് എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞത്, അതായത് ഈ 13-ാം വളവ് എന്ന് പറയുന്ന ഹെയർപിൻ വളവ് എന്ന് പറയുന്നത് വലിയ കൊടും വളവാണ്. അവിടേക്ക് 2 വാഹനങ്ങൾ ഒരുമിച്ച് പോകാനുള്ള ഒരു വഴി ആ ഭാഗത്തുണ്ടായിരുന്നില്ല. അത്തരത്തിൽ മറ്റൊരു വാഹനം വന്നപ്പോൾ ഉണ്ടായ സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ ടെമ്പോ ട്രാവലർ നിയന്ത്രണം വിട്ട് കൈവരിയിൽ ഇടിക്കുകയായിരുന്നു. ഒരു ഇരുമ്പ് കൊണ്ട് കെട്ടിത്തീർത്ത ഒരു കൈവരിയാണ്. ആ കൈവരിയിൽ ഇടിച്ച് കൈവരി തന്നെ പൂർണ്ണമായും തകർന്ന ശേഷമാണ് 13-ാം വളവിൽ നിന്ന് 9-ാം വളവിലേക്ക് വലിയ താഴ്ചയിലേക്ക് ഈ ടെമ്പോ ട്രാവലർ മറിഞ്ഞു വീണത്. അത്തരത്തിൽ ആ താഴ്ചയിലേക്ക് വീണതിനെ തുടർന്നാണ് വലിയ രീതിയിലുള്ള ഒരു അപകടം, ഈ ഇത്രയും പേരുടെ ജീവൻ എടുക്കുന്ന ഒരു അപകടം ഉണ്ടായത് എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഈ വളവിൽ അതായത് പതുക്കെ പോകണമെന്ന് കർശന നിർദ്ദേശമുണ്ട്. കാരണം വന്യമൃഗങ്ങൾ സഞ്ചരിക്കുന്ന ഒരു മേഖലയാണ്. പെട്ടെന്ന് കാട്ടാനയും പുലിയും ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ സഞ്ചരിക്കുന്ന ഒരു മേഖലയാണ്. അത്തരത്തിൽ ഇവിടെ കൊടും വളവായതിനാൽ പതുക്കെ പോകണം, യാത്രകൾ പതുക്കെ ആവണം എന്നുള്ള കർശനമായ നിർദ്ദേശങ്ങളുണ്ട്. എന്നാൽ ആ ഒരു വളവിൽ വെച്ചാണ് ഈ 10 പേരുടെ ജീവനെടുക്കുന്ന ഒരു വലിയ ഒരു അപകടം, നാടിന് നടക്കുന്ന ഒരു അപകടമുണ്ടായത്. ആ വളവിൽ ഡ്രൈവർക്ക് നിയന്ത്രണം വിട്ടതാണ് എന്നാണ് ഇപ്പോഴും ലഭിക്കുന്ന പ്രാഥമിക വിവരങ്ങൾ. അദ്ദേഹം ആ നിയന്ത്രണം വിട്ടതിനെ തുടർന്ന് ഇടിച്ചു നിർത്താൻ വേണ്ടി കൈവരിയിലേക്ക് ഇടിച്ചതാവാം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അത്തരത്തിൽ കൈവരിയും ഇടിച്ച് തകർന്ന് അത് താഴേക്ക് പതിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇത്തരത്തിൽ വലിയൊരു അപകടം സംഭവിച്ചത്. 10 പേരുടെ ജീവനെടുത്തു. 3 പേർ ഇപ്പോഴും ചികിത്സയിലാണ്. അതിൽ 2 പേരുടെ നില അതീവ ഗുരുതരമാണ്. ആ 2 പേർ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. ഒരു കുട്ടി മാത്രമാണ് അപകട നില തരണം ചെയ്ത് പൊള്ളാച്ചിയിലെ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. എന്തായാലും ഒരു വിനോദയാത്ര, വലിയ സന്തോഷത്തിൽ മാനസികോല്ലാസത്തിനായി വന്നിരുന്ന വിനോദയാത്ര അവസാനം ഒരു സങ്കട കടലായി മാറുന്നു, ദുഃഖകരമായ ഒരു യാത്രയായി മാറുന്നു. ഇപ്പോൾ ഇവരുടെ ബന്ധുക്കളെല്ലാം എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഈ ഭാഗമാണ് ഇവിടുത്തെ മോർച്ചറി, പൊള്ളാച്ചി താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയാണ്. ഈ മോർച്ചറിക്ക് മുന്നിൽ വലിയ ആൾക്കൂട്ടം ഇപ്പോൾ തടിച്ചു കൂടിയിട്ടുണ്ട്. അതിൽ ബന്ധുക്കളുണ്ട്, പൊള്ളാച്ചിയിലെ ആളുകളുണ്ട്, അവരുടെ നാട്ടുകാരുണ്ട്, അതുപോലെ തന്നെ അധ്യാപക സംഘടനാ ആളുകളുണ്ട്, കേരളത്തിൽ നിന്നെത്തിയ സന്നദ്ധ സംഘടനാ ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അത്തരത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് മൃതദേഹങ്ങൾ സ്വന്തം നാട്ടിലേക്ക് പോകുന്നതിനുള്ള എല്ലാ നടപടികളും ആരംഭിച്ചു കഴിഞ്ഞു. അതിനായി ഇവിടെ ഈ സംഭവം അറിഞ്ഞ ഉടനെ തന്നെ കോയമ്പത്തൂർ ജില്ലാ കളക്ടറും അതുപോലെ തന്നെ ജില്ലാ പോലീസ് മേധാവിയും മറ്റു പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിരുന്നു. അത്തരത്തിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും ആശുപത്രി സന്ദർശിച്ചു. ഇവിടെ ഈ ചികിത്സയിൽ കഴിയുന്ന മസ്നീൻ എന്ന് പറയുന്ന 10 വയസ്സുള്ള പെൺകുട്ടിയെ സന്ദർശിച്ചു. അത്തരത്തിൽ വലിയ ഒരു നടപടികൾ ഇതിനോടകം തന്നെ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഈ പ്രദേശം മുഴുവൻ, അതായത് ഈ മോർച്ചറിക്ക് മുന്നിൽ വലിയ ആൾക്കൂട്ടം ഇപ്പോൾ തടിച്ചുകൂടി കഴിഞ്ഞു. എന്തായാലും ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം, ഇന്ന് പുലർച്ചയ്ക്കുള്ളിൽ പോസ്റ്റ്മോർട്ടം 10 പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് മൃതദേഹങ്ങൾ സ്വന്തം നാട്ടിലേക്ക്, അതായത് മലപ്പുറം പെരിന്തൽമണ്ണയിലുള്ള പാങ്ങിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ ഉടനെ തന്നെ ആരംഭിക്കും. പ്രജിൻ. ഷാരിഖ് നവാസാണ് പൊള്ളാച്ചി ഗവൺമെൻറ് ആശുപത്രിക്ക് മുന്നിൽ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്. അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അത് പുലർച്ചയോടുകൂടി തന്നെ പൂർത്തിയാക്കാൻ കഴിയും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ ബന്ധുക്കൾ, അപകടത്തിൽപ്പെട്ടവരുടെ കൂടുതൽ ബന്ധുക്കൾ ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തുന്നുണ്ട് എന്ന കാര്യം കൂടി ഷാരിഖ് നവാസ് പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.